ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ പാരൻസിൻ്റെയും മനസ്സിൽ ആദ്യം വരുന്നത് ഇത്രേ ചെറിയ പൊടിക്കുഞ്ഞല്ലേ, ചോരക്കുഞ്ഞല്ലേ, ഇപ്പോഴേ ഇത്ര സർജറി ഒക്കെ ചെയ്യണോ, കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് കുഞ്ഞൊരു ഒരു വയസ്സെങ്കിലും ആയിട്ട് ചെയ്താൽ പോരെ എന്നുള്ള ചിന്തകളൊക്കെ പാരൻസ് ഡോക്ടറോട് കൺസേൺ ആയിട്ട് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്തായിരിക്കും ഡോക്ടറുടെ മറുപടി? സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ജനിച്ച് വീഴുന്ന കുട്ടികളിൽ കണ്ടുപിടിക്കപ്പെടുന്ന പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ പ്രോബ്ലംസിനും ഇമ്മീഡിയറ്റ്ലി സർജറി വേണമെന്നില്ല. സാധാരണ രീതിയിൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി അനസ്തീഷ്യ കൊടുക്കുന്നതും സർജറി ചെയ്യുന്നതും കുറച്ച് റിസ്ക് കൂടുതലാണ് വലിയ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു വയസ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മണി താഴെ എത്താത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു അർജന്റ് കാര്യമല്ല. കാര്യം അത് മണി മേളിൽ ഇരുന്നുകൊണ്ട് കുഞ്ഞിന് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഒരു വയസ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കണ്ടീഷൻസും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ കുഞ്ഞിന് നോർമൽ ലൈഫ് ഫീഡിങ്, അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്ന, യൂറിൻ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോർമൽ നടക്കാത്ത കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കുഞ്ഞ് വളരെ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടി വരും, നമ്മൾ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ പക്ഷേ അറ്റ് ദ സെയിം ടൈം റിസ്ക് ഫാക്ടർ വളരെ കൂടുതലായിരിക്കും ചെയ്യും അല്ലേ? അതായത് അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന് ചെയ്യുന്നതിനെക്കാട്ടി റിസ്ക് കൂടുതലായിരിക്കും.